മഞ്ചരി ഇപ്പോ എന്റെ നാട്ടിൽ നിന്നുള്ള ഒരു മത്സരത്തെ ഞാൻ വിളിച്ചല്ലോ. മഞ്ചരിയുടെ നാട്ടിൽ നിന്ന് വിളിക്കാം. കണ്ണൂരിന്ന് ഒരു മത്സരത്തിൽ വരട്ടെ. വിളിക്കും. നമുക്ക് സ്വാഗതം ചെയ്യാം നിവേദ്യ. ചൂടുണ്ടോ ഓ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കന്നി മണ്ണിന്റെ ഭൂമി മാനം മാറോടു ചേർത്തു പുഞ്ചനെല്ലിന്റെ നാണം മഞ്ഞു മൂടി പൊതിഞ്ഞു കന്നി മണ്ണിന്റെ ഭൂമി മാനം മാറോടു ചേർത്തു പുഞ്ചനെല്ലിന്റെ നാണം മഞ്ഞു മൂടി പൊതിഞ്ഞു ഇന്നു രാവിൽ നിന്റെ വെള്ളിച്ചിറകുകൾ തുള്ളുന്ന തിരുനെല്ലി കാട്ടിൽ ചുണ്ടിൽ നീ കുത്തി നൽകുന്ന ഞാവൽ പഴത്തിനു വന്നു ഞാൻ ഓയ് കാട് കുളിരണ് കൂട് കുളിരണ് മാറിലൊരു പിടി ചൂടുണ്ടോ ഓ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കയ്യിൽ തേൻ കുഴലുണ്ടോ കാട്ടുതേക്കിൻ ചാറുണ്ടോ ആറ്റുതീരത്തിലാണോ കാവൽ മാടത്തിലാണോ കയ്യിൽ തേൻ കുഴലുണ്ടോ കാട്ടുതേക്കിൻ ചാറുണ്ടോ ആറ്റുതീരത്തിലാണോ കാവൽ മാടത്തിലാണോ നിന്മയക്കം തിങ്കൾ പൊന്നിൻ കലപ്പ കൊണ്ടൊഴുതിട്ട വയനാടൻ മണ്ണിൽ ആരും വിതയ്ക്കാത്ത മുത്തു വിതയ്ക്കുവാൻ പോരു നീ ഓയ് കാട് കുളിരണ് കൂട് കുളിരണ് മാറിലൊരു പിടി ചൂടുണ്ടോ ഓ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ചൂടുന്ന കന്മദപ്പൂ കണ്ണമ്പൂവുണ്ടോ കൂടെ വന്നേ പോ ആൺകിളി ചൂടു തന്നേ പോ നിവേദ്യ കണ്ണൂരുകാരി. പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. പെർഫോം ചെയ്യാൻ പറ്റുമോ? നന്നായിട്ട് ചെയ്യാൻ പറ്റും. ടെൻഷൻ ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിട്ടില്ല തന്നെ കളവായിരിക്കും. അപ്പൊ സത്യം പറഞ്ഞോളൂ. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാറ്റി വെച്ച് ചെറിയ ടെൻഷൻ ആയിട്ടാണ് വന്നത്. ശരി, ആ ചെറിയ ടെൻഷൻ പാട്ടിനെ ബാധിച്ചോ? ചേട്ടാ നന്നായി പാടി കേട്ടോ. താങ്ക് യു സർ. നന്നായി പാടി. താങ്ക് യു. ഇടയ്ക്ക് കുറച്ച് ശ്രുതി
ഫ്ലാറ്റ് ആവാൻ ഒരു ടെൻഡൻസി. അത് ഒന്ന് മുറുക്കിക്കോളൂ കേട്ടോ. ഓക്കെ സർ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. താങ്ക് യു സർ. മഞ്ജരി, നിവേദ്യ, ഓ മാം, നന്നായി പാടി. ഈ ഒരു ഡാൻസേഴ്സിന്റെ കൂടെയുള്ള കുറച്ച് മൂവ്മെന്റ്സ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല സ്വീറ്റ് ആയിരുന്നു. നൈസ് പെർഫോമൻസ്. താങ്ക് യു മാം. വീട്ടിലാണോ താമസം? അതെ, ഇങ്ങനെ വീടാണോ അതോ ഫ്ലാറ്റ് ആണോ? വീടാണ് മാം. അപ്പോ ഫ്ലാറ്റിലേക്ക് മാറാൻ വല്ല താല്പര്യമുണ്ടോ? അതുകൊണ്ടാണോ ഇത്രയധികം ഫ്ലാറ്റ് വന്നത് ഇതിനകത്ത്? അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. കാരണം ബാക്കിയൊക്കെ സൂപ്പർബായിട്ട് പാടുന്നുണ്ട്. ചില സ്ഥലങ്ങൾ വരുമ്പോൾ മാത്രം ശ്വാസം അങ്ങ് തീർന്നു പോകുന്നു. അതെ അതെ. ശ്വാസം തീരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ശ്രുതി കുറച്ചൊന്ന് ഫ്ലാറ്റ് ആവും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഗംഭീരാവട്ടെ. നിവേദ്യ, അപ്പോ പറഞ്ഞ പോലെ വീട്ടിലാണല്ലോ താമസിക്കുന്നത്. കോമഡി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഓക്കെ. എന്തായാലും ഒരു കാര്യം, സമ്മാനം ഫ്ലാറ്റ് അല്ല. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് എന്റെ മകൾ, എന്റെ ചേച്ചി, ചേച്ചിയുടെ കുട്ടി. ഓക്കെ, നമസ്കാരം. എന്താണ് ചേച്ചിയുടെ പേര്? പൂജ. പൂജ എന്ത് ചെയ്യുന്നു? ഞാൻ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് കണ്ണൂര് കാഷ്യറാണ്. വർക്ക് ചെയ്യാണ് അല്ലേ? ശരി. മക്കളുടെ പേര്? എന്റെ മോള് ഇവാനിയ. ഇവാനിയ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? 3rd സ്റ്റാൻഡേർഡ്. ആളുടെ ചെറിയ ആളുടെ പേരെന്താ? പൃഥ്വിക്. ചേച്ചിയുടെ ചേച്ചി. മോനാണ്. ശരി. അല്ല, ഹസ്ബൻഡ് എവിടെ പോയി? ഹസ്ബൻഡ് മസ്കറ്റില്ല. വിളിക്കോ മോളെ? മകളെ വിളിക്കൂ, അടുത്തേക്ക് വിളിക്കൂ. മോള് വാ, ഇവാനി വാ. അമ്മ വീട്ടില് ദേഷ്യം ഉണ്ടോ? ഇല്ല. ഒട്ടുമില്ല. പറഞ്ഞോ? ചെറിയ ദേഷ്യം. പറയാറില്ലേ? അച്ഛൻ ചീത്ത പറയാറുണ്ടോ? ഇല്ല. വേണുചേട്ടാ, മഞ്ജരി, ഇവർ രണ്ടുപേരും തിക് ഫ്രണ്ട്സ് ആണെന്നാണ് പറയുന്നത്. ആണോ? ആരെ ബെസ്റ്റ് ഫ്രണ്ട്? അമ്മയാണോ? അമ്മയുടെയോ? മോള് തന്നെയാണ്. ശരി, ഹസ്ബൻഡിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ദികേഷ്, ആള് കണ്ടോണ്ടിരിക്കുക, പറഞ്ഞോളൂ. പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നെ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എന്റെ ഹസ്ബൻഡാണ്. അത് മൂപ്പലിനെ തന്നെ അറിയിക്കുകയാണല്ലേ? പുള്ളി അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോ സപ്പോർട്ട് ചെയ്ത കാര്യം. എന്താ പറയാ, സ്വപ്നം കണ്ടാലും എവിടെ എത്തുന്നത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ഇത്രയും വലിയൊരു വേദിയിൽ ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. നന്ദി, നമസ്കാരം. അടുത്ത റൗണ്ടിൽ ഞങ്ങൾക്കൊരു പാട്ട് ഉറപ്പാണേ? ഓക്കെ, ശരി. താങ്ക് യു. താങ്ക് യു. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം കൃഷ്ണപ്രിയ.
കൃഷ്ണപ്രിയ, എന്തോ പ്രിലിംസ് റൗണ്ടിലെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പെർഫോമൻസ് റൗണ്ട് ആയിരുന്നു. നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയോ? പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്ത് പറ്റി? ടെൻഷൻ ഉണ്ടായിരുന്നു? ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം ആദ്യത്തെ റൗണ്ട് അല്ലേ? യു ആർ വെരി ഗുഡ്. താങ്ക് യു സർ. കേട്ടോ, ഉണ്ട്, ഉള്ളിലുണ്ട്. അത് ഒന്ന് വെളിയിൽ എടുത്ത് വെളിയിൽ കൊണ്ടുവരണം. യെസ് സർ. ഞങ്ങൾ കൊണ്ടുവരുത്തിക്കും. അത്രേ ഉള്ളൂ. മഞ്ജരി, കൃഷ്ണപ്രിയ, വെൽക്കം ടു മ്യൂസിക്കൽ വൈഫ് ചാപ്റ്റർ 4. ഗംഭീര തുടക്കം. ഇനി അങ്ങോട്ട് സൂപ്പർ ആവട്ടെ. ഷുവർ. എന്തായാലും സൂപ്പർ വാക്കും. ഇനി ആക്കിയിരിക്കണം. ഒരു പേടി ഉണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ഫ്ലോർ ആയതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷം ഒരു സ്റ്റേജിൽ കേറുന്നതാ ഇപ്പൊ. അല്ല, പാട്ട് വരുമ്പോ നീ മാരൻ എന്നാണ് പറഞ്ഞത്. മാരൻ എവിടെ? മാരൻ വന്നിട്ടുണ്ട്. എവിടെ? അവിടെ ഇരിക്കുന്നുണ്ട്. മാരാ, നമസ്കാരം. മാരൻ, മാരൻ വേദിയിലേക്ക് വരൂ. അവിടെ ഇരുന്ന് നല്ല ടെൻഷൻ അടിച്ച് ഭാര്യ പാടുന്നതിന്റെ ഒപ്പം ലിപ്പ് കൊടുത്തിരിക്കായിരുന്നു അവിടെ. ഈ പാട്ട് കാണാതെ പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നു. അതിനു മുമ്പ് എത്ര ഹൈറ്റ്? 153 സെന്റിമീറ്റർ. അത് അവിടെ ഒരു പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ നോക്കേണ്ട അവസ്ഥയാ. എത്രയാ? 153. ഒരുമിച്ച് നിന്നോളൂ. അവരൊരുമിച്ച് കിട്ടെ. ഞാൻ അവരെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ശരി, അപ്പൊ എന്തായാലും ദിനേശ് ഭാര്യയുടെ പാട്ടൊക്കെ കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. നന്നായി പാടിയോ? നന്നായി പാടി. എന്താണ് ദിനേശ് ചെയ്യുന്നത്? ഞാൻ UAE വർക്ക് ചെയ്യാണ്. അപ്പൊ ഇപ്പോ ലീവിന് വന്നതാണ്. അപ്പോഴാണ് കറക്റ്റ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. ഇനിയിപ്പോ എന്തായാലും ഫിനാലെ കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ? സംശയമാണ്. ആണോ? അതിന് മുമ്പേ പോവോ? സംശയമാണ്. സാല, എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്ത് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും. കൃഷ്ണപ്രിയ എങ്ങനെയാ വീട്ടിലൊക്കെ ആള്? കൃഷ്ണപ്രിയ ആള് ബോൾഡാണ്, ആക്റ്റീവ് ആണ്. കലാപരമായിട്ട് നല്ല കഴിവുള്ള ആളാണ്. പാടും, ചിത്രം വരയ്ക്കും, ഡാൻസ് ചെയ്യും. ഇവിടെ ഇതിലാന്നേ ഉള്ളൂ. പിന്നെ പെയിന്റിങ്. ടാലന്റ് ഒക്കെ മുഖത്ത് നോക്കിയാണല്ലോ പറയുന്നത്. പിന്നെ എന്തായിരുന്നു മുഖത്ത് എഴുതി വെച്ചിരിക്കുന്നത്? പെയിന്റിങ്. പിന്നെ നോക്കൂ, നമ്മൾ ആക്ട് ചെയ്യും. ആക്റ്റീവ്. കൃഷ്ണപ്രിയ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളാണോ? ചെയ്തിട്ടുണ്ട്. ബെസ്റ്റ് ആക്ട്രസ് ഒക്കെ ആയിരുന്നു സ്കൂൾ ഡ്രാമ. ഞാൻ ഭയങ്കര ഒരു ആരാധികയാണ് ഡെയിനിന്റെ. തീർച്ചയായിട്ടും ഞാൻ കുറെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. കാണാൻ പറ്റിയ ഭാഗ്യാണ്, സത്യമാണ്. ഇനി റൗണ്ടും കൂടി ഉണ്ട് ഈ സ്റ്റേജിൽ. നന്നായി പ്രാക്ടീസ് ചെയ്യാം, പൊളിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കൈയും പിടിച്ചൊക്കെ വേണം. കുഴപ്പമില്ല. ഇവിടെ മത്സരിക്കാൻ എത്തുന്നത് കോഴിക്കോട് നിന്നുള്ള ഒരു മത്സരാർത്ഥിയാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആതിര രഗ്ലേഷ്. മണിമാല ചാർത്തി
അതിനാ ഓ എന്തായിരുന്നു അല്ലേ ഫേവറേറ്റ് സോങ് റൗണ്ടിൽ നന്നായി പാടാൻ പറ്റുമോ? ഇത് ഫേവറേറ്റ് സോങ് ആണോ? ആ ഫേവറേറ്റ് സോങ് ആണ്. നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു. ശരി വേണു ചേട്ടാ പറഞ്ഞോളൂ. ആതിര, ഓ എനിക്ക് ആതിരയുടെ പാട്ട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അതിൽ ഒരു കാര്യം, നല്ല കോൺഫിഡൻസ് ഉണ്ട്. ദാറ്റ് ഇസ് ഗുഡ്. പ്ലസ് നല്ല വോയിസ് കൺട്രോൾ ഉണ്ട്. മെയിൻ വലിയ പ്രോബ്ലംസ് ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഒരിടത്ത് ഒന്ന് താളം ഓർക്കസ്ട്ര കഴിഞ്ഞ് അല്ലേ, സിന്ദൂരം ചാർത്തിയില്ല, മന്ദാര ചൂടിയില്ല, താളവും ശരിയായില്ല അവിടെ. ബട്ട് യു സാങ് റിയലി വെൽ. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. ബ്യൂട്ടിഫുൾ, മിടുക്കി. താങ്ക് യു. അപ്പൊ എന്തായാലും ബാക്കി മ്യൂസിക്കൽ വൈബ്സിനൊക്കെ ഒരു വൻ എതിരാളി തന്നെയായിരിക്കും. ചാപ്റ്റർ 4 നമ്മുടെ വാശിയേറിയ മത്സരം കാണാൻ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ നിൽക്കുക. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് എന്റെ മാമിയാണ് വന്നേക്കുന്നത്, മാമന്റെ ഭാര്യ. നമസ്കാരം. മാമിയുടെ പേരെന്താ? ആശ. ആശ. മാമി എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. അപ്പോ ആതിരയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരു ഹൗസ് വൈഫ് വന്നിരിക്കുകയാണ്. അല്ല, ഹസ്ബൻഡ് എവിടെ പോയി? ഹസ്ബൻഡ് ദുബായിലാണ്. ദുബായിലാണ്. നമുക്കൊരു സർപ്രൈസിനുള്ള വകയുണ്ടല്ലേ നമ്മൾ കേട്ടത്? അതിരാ എന്നാ പിന്നെ പുള്ളിത ദുബായിൽ ഇരുന്നത് കണ്ടോണ്ടിരിക്കുവാണ്. ആതിരയുടെ പാട്ടൊക്കെ കണ്ട് സന്തോഷിച്ചിരിക്കുക. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തോളൂ. ഈ 4 വീക്കിന്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒക്കെ വരണം, ഒരു സർപ്രൈസ് ആയിട്ടെന്ന് പറഞ്ഞോളൂ. രഘുലേഷേട്ടാ 4 ആഴ്ചയുള്ളൂ, ഒന്ന് വേഗം വരണം കേട്ടോ. പറ്റുമെങ്കിൽ ഈ റിക്വസ്റ്റ് റെഗുലേഷൻ കേൾക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് ഇവിടെ വരിക. പറ്റുവാണെങ്കിൽ ഒരു സർപ്രൈസ് നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് ഓൾ ദി ബെസ്റ്റ്. നന്നായി പാട്ടുപാടി. ഇവര് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതന്നെ തുടരുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ മഞ്ജരി, എന്തോ ഇനിയിപ്പോ ഏത് ജില്ലയെന്ന് വിളിക്കാം? ഡെയിനിന്റെ ഫേവറേറ്റ് ഉണ്ടോ? തൃശ്ശൂര് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പോ നമ്മളെല്ലാരും എറണാകുളത്താണല്ലോ. അപ്പൊ ഇവിടെ തന്നെ ഒരു മത്സരാർത്ഥി ആവട്ടെ. ഈ സ്റ്റുഡിയോന് വളരെ അടുത്തുള്ള ഒരു മത്സരാർത്ഥി നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രസീത. ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂങ്കുയിലേ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനേനോ, ഏനേനോ നേനേനോ നേനേനോ നേനേനോ, ഏനോ ഏനോ നേനേനോ. ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം. കമ്മലിട്ടോ പൊട്ട് തൊട്ടോ ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പൊന്നാരപ്പൂങ്കുയിലേ. കവ
ഏനിതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാരപ്പൂങ്കുയിലേ. അല്ല റസീദ, ഇപ്പൊ എത്ര നാളായി കൈ ഒടിഞ്ഞിട്ട്? 2 weeks. 2 weeks. ഇനി എത്ര നാൾ കൂടി റെസ്റ്റ് വേണം? ഇനി 2 weeks. അപ്പോ സെമി എത്തണം ഇതൊക്കെ ഉരി വരാൻ അല്ലേ? നന്നായി പാടി, നന്നായി പാടി. താങ്ക് യു. എനിക്ക് ഒരേ ഒരു അഡ്വൈസ് മാത്രമേ ഉള്ളൂ. വെൻ യു സിങ്, രണ്ട് വോയിസും, ഹെഡ് വോയിസ് ആസ് വെൽ ആസ് യുവർ ഒറിജിനൽ ചെസ്റ്റ് വോയിസ്, ഇത് രണ്ടും മാച്ച് ചെയ്ത രീതിയിൽ പ്ലീസ് സിങ്ക്രണൈസ്. നന്നായിട്ട് പാടി. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന് പാടിയതിൽ ശരിക്കും വിഷമമുണ്ട്, പക്ഷെ സന്തോഷമുണ്ട്. ധൈര്യം, ചങ്കുറ്റത്തിൽ വന്ന് നേരിട്ട് പാടി എന്നുള്ളത്. വാഷ്റൂമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. വാഷ്റൂം അല്ല, എത്ര ടൈലുണ്ടത് അല്ലേ? വേണമെങ്കിൽ ഡമ്മി ഇട്ട് നോക്കിയോളൂ, ഞാൻ എന്നാലും പാടും. ഗംഭീരം, നല്ല ധൈര്യം, നല്ല വോയിസ്. വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ആ ഒരു കണക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക വോയിസിൽ. അതർവൈസ് തുടക്കം ഉഗ്രനായിട്ടുണ്ട്. താങ്ക് യു. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇവിടെ വന്നോളൂ, കടന്നു വരൂ. എന്താ പേര്? എന്റെ പേര് അഭിജിത്ത്. അഭിജിത്ത് എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ. ഓക്കെ. ഇപ്പൊ ലീവ് എടുത്ത് വന്നിരിക്കുകയാണ്. അല്ല, ഇപ്പൊ കൈ ഒടിഞ്ഞതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പെർഫോമൻസ് റൗണ്ടിൽ കയറുന്നതിന് മുമ്പ്? അത്രയും തോന്നിയില്ല. നന്നായിട്ട് പാടുന്നുണ്ട് എന്തായാലും. അപ്പൊ ഇനിയും കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാനുണ്ട്. നമുക്ക് വഴിയെ പരിചയപ്പെടാം, വിശേഷങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായി പ്രാക്ടീസ് ചെയ്യാം, ടെൻഷൻ ഒന്നും വേണ്ട, ബി കൂൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ സ്വാധീനം ചെയ്താലോ? അടുത്ത മത്സരത്തിൽ എവിടുന്ന് വിളിക്കാം? എന്നാ പിന്നെ നമുക്ക് കേരളത്തിന്റെ ഇങ്ങേറ്റം പിടിക്കാം. കാസർഗോഡ് നിന്ന് പിടിക്കാം. കാസർഗോഡ് നിന്ന് ആരാ വരുന്നേ? ആരാ? അമൃത. നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. എന്റെ നീലാപന്തലിൽ വെറുതെ
നിന്റെ പന്തലിൽ എവിടെ പോകുന്നു? ഞാൻ അടുത്തപ്പോഴേക്ക് അങ്ങ് ദൂരെ പോവാണല്ലോ. ഇങ്ങ വന്നേ, അടുത്ത് വന്നേ. അമൃത, എന്തോ നന്നായി പാടാൻ പറ്റിയോ? ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്. ഫേവറേറ്റ് സോങ് ആണോ ഈ പാട്ട്? ഫേവറേറ്റ് സോങ് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് സോങ് ആണ്. എനിക്ക് ഈ പാട്ട് പേഴ്സണലി പാടിയത് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് ഇവര് പറയട്ടെ. വേണുചേട്ടാ. അമൃത, എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഈ പാട്ട് കേട്ടോ. ലൈക്ക് യുവർ ഒരു ജെനുവിൻ വോയിസ്. അതിൽ കള്ളത്തരമില്ല. അമൃതയ്ക്ക് കുറച്ച് കോൾഡ് ഉണ്ടോ? നല്ലോണം കോൾഡ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പെർഫോമൻസിലൊക്കെ ഈ കോൾഡ് നിലനിർത്തുക. കാരണം ഇത് വളരെ നന്നായിരുന്നു. സ്പെഷ്യലി അമൃതയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ കോൾഡ് വരുമ്പോഴത്തേക്ക് പല അക്ഷരങ്ങളും നമുക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. അപ്പം എണ്ണ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വെരി നൈസ് വോയിസ്. അപ്പോൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഗോഡ് ബ്ലെസ് യു. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? വീട്ടില് ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. നമസ്കാരം. അരവിന്ദ്. എന്താ ചെയ്യുന്നേ? ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. ശരി, എന്നാ ഇവിടെ വരൂ. നമുക്ക് ഇവിടെ നിന്ന് അടുത്ത് നിന്ന് സംസാരിക്കാം. ഭാര്യയുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? പാട്ട് ഇഷ്ടപ്പെട്ടു. ടെൻഷൻ ഉണ്ടായിരുന്നോ കോൾഡ് ഉള്ളതുകൊണ്ട്? ഇല്ല, അവൾക്ക് പാട്ട് പാടുമ്പോ യൂഷ്വലി ടെൻഷൻ ഒന്നും ഉണ്ടാവാറില്ല. അല്ല, നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് അവള് പാട്ട് പാടുമ്പോ വലിയ ടെൻഷൻ ഒന്നും ഉണ്ടാവാറില്ല. അല്ല, ഇന്ന് കോൾഡ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ചിലപ്പോ ഇത്തിരി എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് നന്നായി വന്നാണ് ഇപ്പൊ പറയുന്നത്. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ എഞ്ചിനീയർ ആണ്. ശരി, അപ്പൊ ഇപ്പൊ ലീവ് എടുത്ത് വന്നതാണോ? ഭാര്യയ്ക്ക് വേണ്ടി കൂടെ വന്നതാണ്. അപ്പൊ ത്രൂ ഔട്ട് ഉണ്ടാവും കൂടെ. മാക്സിമം ശ്രമിക്കാം, ലീവ് കിട്ടണ പോലെ. ശരി, അരവിന്ദിന് ആദ്യമായിട്ട് അമൃത പാടി തന്ന പാട്ട് ഏതാണ്? ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നത് ദീനദയാലോ ആണെന്ന് തോന്നുന്നു. എന്നാ ആ രണ്ടുപേരും പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? അല്ല, ഞാനിത് സ്ഥിരം പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ ചിലപ്പോ എവിടെങ്കിലും പോകുമ്പോ ഞാൻ സജഷൻ ചോദിച്ചാ പറയാറ് അത് പാടണ്ട, കാരണം അത്ര പ്രാവശ്യം പറഞ്ഞപ്പോ ആ പാട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അത്രയും ഉള്ളി കേറിയിട്ടുണ്ട് ഈ പാട്ട്. അല്ല, ഞാൻ ആദ്യമായിട്ട് കാണുമ്പോ മുതൽ കേൾക്കുന്നതാണ് തുടങ്ങിയതാ. ശരി, എന്നൊരു കാര്യം, അരവിന്ദന് ഇപ്പോ ഭാര്യ ഏത് പാട്ട് പാടി കേൾക്കണം എന്നാണ് ആഗ്രഹം? എനിക്ക് എന്തിനു വേറൊരു സൂര്യോദയം ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ട്. എന്നാ പിന്നെ അതൊന്ന് നമുക്ക് കേൾക്കാം. നിന്റെ നോപ്പുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ. നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി ജീവിതം. നീ എന്റെ ആനന്ദ നീലാംബരേ, നീ എന്നുമണയാൻ ദീപാഞ്ജലി. ഇനിയും ചിലമ്പണിയോ എന്തിനു വേറൊരു സൂര്യോദയം? നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ. എന്തിനു വേറൊരു മധുവസന്ത? ഇന്നു നീ എന്നരികിലല്ലേ. മലർവനിയിൽ വെറുതെ. വെരി നൈസ്. ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഭാര്യ പാട്ട് പാടിയത്. ഹസ്ബൻഡിന് എന്തെങ്കിലും ഗിഫ്റ്റ് ഇപ്പോ കൊടുക്കണമെന്നുണ്ടോ? അതറിയില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ പാട്ട് പാടാൻ പറഞ്ഞതെന്ന് ചോദിക്കുമെന്ന് അറിയില്ല. എന്തായാലും കലക്കി, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ആരാ വന്നിരിക്കുന്നത്? അമ്മ. എന്റെ അമ്മയാണ്. അമ്മയുടെ പേര് സാവിത്രി. ശരി, അമ്മ എവിടെയാണ് ഇപ്പോ? കോഴിക്കോട് ചാത്തമംഗലം. എങ്ങനെ മോളുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഞങ്ങളിങ്ങനെ ആസ്വദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ശരി, അപ്പൊ എന്തായാലും അമ്മയും മകനും ഇതേപോലെ തന്നെ സപ്പോർട്ടിങ് തുടരുക കേട്ടോ. ആള് നല്ല അഭിപ്രായങ്ങളാണ് രണ്ട് ജഡ്ജസിന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. അപ്പൊ ഇനിയും നമുക്കൊരു റൗണ്ടും കൂടി ഉണ്ട്. പെർഫോമൻസ് റൗണ്ട് ആണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, തകർക്ക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. രണ്ടുപേരും ചേർന്ന് രണ്ട് വഴിക്ക് പോവല്ലേ?
അടുത്ത മത്സരാർത്ഥി വരുന്ന അങ്ങ് തലസ്ഥാനത്ത് നിന്നാ. ആ തിരുവനന്തപുരത്ത് നിന്ന് ആരാ വരുന്നേ? ആരാ? നമുക്ക് സ്വാഗതം ചെയ്യാം കൃഷ്ണശ്രീ.
നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പെർഫോമൻസ് ഉണ്ടായിരുന്നു, നന്നായി പെർഫോം ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ആ ചെറുതായിട്ടുള്ളത് പാട്ടിന് ബാധിച്ചോ? ഇല്ല, വലുതായിട്ട് ബാധിച്ചിട്ടില്ല. വലുതായിട്ട് ആ ചെറുതായിട്ടുള്ള ടെൻഷൻ വലുതായിട്ട് ബാധിച്ചിട്ടില്ല എന്നാണ് വിശ്വാസം. വേണിച്ചേട്ടൻ എന്തോ തോന്നുന്നു? ഒട്ടുമില്ല. ക്ലീൻ സിംഗിങ് കേട്ടോ. എവിടെയാ? ട്രിവാൻഡ്രത്ത് ശാസ്തമംഗലം. നമ്മൾ അടുത്തടുത്താ. വേണിച്ചേട്ടന്റെ നാട്ടിൽ നിന്ന് അയാള്. പാട്ട് പഠിക്കുന്നുണ്ടോ അതോ സംഗീതം പഠിക്കുന്നു? കേട്ടാ അറിയാം. എല്ലാം ആ ശ്രുതി ശുദ്ധം എല്ലാം നന്നായിരുന്നു. ഈ പാട്ട് അത്ര എളുപ്പമല്ല പാടി ഒപ്പിക്കാൻ. ബിക്കോസ് പലയിടത്തും ഇതിൻ്റെ കോട്ട്സ് ബാക്കിംഗ് കുറവാണ്. ആ ചേഞ്ച് എല്ലാം യു സാങ് ഇറ്റ് ഓൾ വെരി ഗുഡ് കേട്ടോ. തോന്നിയില്ല കേൾക്കാൻ. ഇറ്റ് വാസ് എഫേർട്ട്ലെസ്. നന്നായി പാടി. കീപ് ഇറ്റ് അപ്പ്. ഇതൊരു വലിയൊരു പ്രതീക്ഷ. അതെ കേട്ടോ. കീപ് ഇറ്റ് അപ്പ്. മഞ്ജരി നല്ല ഉടുപ്പ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇവരെ പ്രേക്ഷകരൊക്കെ ഇതൊക്കെ നോക്കുന്നുണ്ടറിയോ? സ്ത്രീകളാണ് മെയിൻ പ്രേക്ഷകര്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ കോസ്റ്റ്യൂംസ്. ന്യൂ ട്രെൻഡി കോസ്റ്റ്യൂം അല്ലേ. കൃഷ്ണശ്രീയുടെ പാട്ടിനെ കുറിച്ച് എനിക്ക് തോന്നിയത് ഇതൊരു പെർഫോമൻസ് ബേസ്ഡ് പാട്ടല്ലേ. അങ്ങനെ നൃത്തം ഒന്നും ചെയ്യാതെ ശബ്ദത്തിലൂടെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ശരിക്കും ഞങ്ങൾക്കൊരു നൃത്തം കണ്ട ഒരു ഫീലായിരുന്നു കൃഷ്ണശ്രീയുടെ ഈ ഒരു പെർഫോമൻസ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. സൂപ്പറായിരുന്നു. ഇതിലപ്പുറം ഒന്നും പറയാനില്ല. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സിംഗേഴ്സും ആദ്യമായിട്ടൊരു ഫസ്റ്റ് റൗണ്ട് പെർഫോമൻസ് ആണ് ഇത്. അപ്പൊ ഇനി സെക്കൻഡ് റൗണ്ടും പിന്നെ മുന്നോട്ടൊക്കെ എന്തായിരിക്കും? ഞങ്ങളുടെ കാര്യം കുറച്ച് കഷ്ടത്തിലാണ്. ശരിക്കും കുറച്ച് കഷ്ടത്തിലാണ്. നിങ്ങൾ നല്ല ബുദ്ധിമുട്ടും എല്ലാവർക്കും മറക്കട അല്ലേ. കട്ടപ്പോക. അതെ, ഇങ്ങനെ തന്നെ തുടരട്ടെ അല്ലേ. തീർച്ചയായിട്ടും. കൃഷ്ണ, എന്തായാലും രണ്ടുപേരും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഹസ്ബൻഡ് എവിടെ? ഹസ്ബൻഡ് ഇന്ന് എത്തിയിട്ടില്ല. ലീവില്ലാത്തോണ്ടാണോ? അതെ. ഓക്കെ. ആളെന്താണ് വർക്ക് ചെയ്യുന്നത്? ആള് ബിസിനസ് ഉണ്ട്, പിന്നെ ഫോട്ടോഗ്രാഫി. എവിടെയാണ്? തൃശ്ശൂരാണ്. ഹസ്ബൻഡിന്റെ സ്ഥലം തൃശ്ശൂരാണ്, എന്റെ സ്ഥലമാണ് ട്രിവാൻഡ്രം. ഓക്കെ. ഹസ്ബൻഡ് തൃശ്ശൂർ എവിടെയാ? തൃശ്ശൂര് ഇരിഞ്ഞാലക്കുട റൂട്ടാണ്. ആറാട്ടുപുഴ നമ്മുടെ സ്വന്തം ഏരിയ ആണ്. ആറാട്ടുപുഴ പൂരം. അതെ. അയ്യോ, വിദ്യാരമാഷ് അതെ, അവിടെ ആറാട്ടുപുഴ. അതെ. ശരി. അപ്പൊ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിരുന്നു, പക്ഷെ മോന് ഒട്ടും സുഖമില്ലാണ്ട് അച്ഛനും അമ്മയും മോനെ കുഞ്ഞിനെയും കൊണ്ടാ വന്നത്. പക്ഷെ അവർക്ക് പോവേണ്ടി വന്നു. കുഴപ്പമില്ല, ഇവിടെ ആങ്ങളെ ഇവിടെ നിൽക്കണ്ടല്ലോ അല്ലേ. അല്ല വേണിച്ചേട്ടാ. ശരി. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിൽ നമുക്ക് അവരെ കാണാം, പരിചയപ്പെടാം. കൂടുതൽ വിശേഷങ്ങളും വിവരങ്ങളൊക്കെ അറിയാനുണ്ട്. അടുത്തത് ഫേവറേറ്റ് സോങ് റൗണ്ട് ആണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചേട്ടാ, മഞ്ജരി ചാപ്റ്റർ 4 പല മ്യൂസിക്കൽ വോയിസിനും കഥകളൊക്കെ പറയാൻ ഇച്ചിരി മടി പോലെ തോന്നുന്നു. അത് പുറത്തിടാൻ നമുക്ക് അത് മാറ്റിയെടുക്കും. അടുത്ത റൗണ്ട് ഒന്ന് കയ്യിൽ കിട്ടട്ടെ എല്ലാരും. പക്ഷെ അതിലൊരു നല്ല എന്താണെന്നറിയോ? നല്ല കാര്യം എന്ന് വെച്ചാല് കഴിഞ്ഞ അതിൽ വന്ന ആൾക്കാരൊക്കെ സംസാരിക്കുമ്പോൾ ടെൻഷൻ ഇല്ല, പാടുമ്പോഴാ ടെൻഷൻ. ഇത് നേരെ തിരിച്ചാ. പാടുമ്പോ ടെൻഷൻ ഇല്ല, സംസാരിക്കാൻ തുടങ്ങിയ ടെൻഷനാ. പക്ഷെ അത് നല്ലതാ. നമുക്ക് അത് നല്ലതാ ഒരു നിലയ്ക്ക്. പക്ഷെ സംസാരിക്കുമ്പോ ടെൻഷൻ അടിച്ച് ഞാൻ പെടും. സംസാരിപ്പിച്ചോളാം. എന്തായാലും ആദ്യത്തെ റൗണ്ട് ഒക്കെ കഴിയട്ടെ. ആദ്യത്തെ റൗണ്ട് അല്ലേ, നമ്മൾ വിട്ടുകൊടുക്കാം. ആദ്യത്തെ റൗണ്ട് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കട്ടെ. അടുത്ത റൗണ്ട് തൊട്ട് നമുക്ക് പിടിക്കാം. അപ്പോ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തിൽ വിളിച്ചാലോ? എവിടെന്നാ? എന്റെ സ്വന്തം നാട്ടിൽ തന്നെ ആയിക്കോട്ടെ. വീണ്ടും ഞാൻ എന്ത് ചെയ്യാനാ, നാട്ടിൽ കുറെ കലാകാരന്മാരുണ്ടെന്നേ. നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്.
പൊഴിയും മൊഴിയിൽ മലർശരമേറ്റ മോഹമാണു ഞാൻ കാണാ കൊതി പൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണു ഞാൻ ഏകാന്ത ജാലകം തുറക്കൂ ദേവി നിൽക്കൂ നിൽക്കൂ ഞാനീ നടയിൽ നിന്നെ തേടി പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയത്തോടെ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ആദ്യം തമ്മിൽ കണ്ടു മണിമുകിലായി പറന്നുയർന്നു ഞാൻ പിന്നെ കാണും നേരം പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ ദിവ്യാനുരാഗമായി ഉലകം പൂത്തുപോയി ഒഴുകൂ ഒഴുകൂ സരയൂ നദിയായി രാഗോന്മാദം പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയത്തോടെ പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം എന്തായിരുന്നു ഞെട്ടിച്ചു അല്ലേ? ഗംഭീരം, കലക്കി. ഫസ്റ്റ് റൗണ്ട് ഗംഭീരായില്ലേ? ഗോഡ് ബ്ലെസ് യു. ശരിക്കും താങ്ക് യു. ഇതിനു മുൻപ് പാടിയിട്ടുണ്ടോ ഈ പാട്ട്? ഇല്ല, ആദ്യമായിട്ടാണ് പാടുന്നത്. വേറെ വേദികളിലൊക്കെ പാടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ് ആദ്യത്തെ വേദി. ആദ്യത്തെ ദൈവമേ, ഇത് ശരിക്കും ആദ്യമായി പഠിച്ചു. ആദ്യമായിട്ട് ഈ വേദിയിലാണ് ഞാൻ പാടുന്നത്. വെരി നൈസ്. ദൈവം നല്ലോണം അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട്. ഇത് മുന്നോട്ട് നല്ലപോലെ കണ്ടിന്യൂ ചെയ്യുക. കാരണം പൊന്നിൽ കുളിച്ചു നിന്നു എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് എക്കാലത്തും നമ്മുടെ ഫേവറേറ്റ് പാട്ട്, ഡ്യൂവറ്റ് സോങ് ആണ്. അപ്പൊ ആ ഡ്യൂവറ്റ് സോങ് ഇവിടെ
ഗംഭീരായിട്ട് എന്ന് വെച്ചാൽ ഒന്നും അതിൽ പറയാനില്ല, ആസ്വദിച്ച് പാടി എന്നുള്ളതാണ്. അതെ. അപ്പൊ ജോയ്സിനെ കാണുമ്പം ജോയ്സ് വളരെ കോൺഫിഡന്റ് ആണ്. എല്ലാരും ഞങ്ങളെയൊക്കെ നോക്കി ഭയങ്കര ഫസ്റ്റ് പല്ലവിയും അനുപല്ലവിയും കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് കൂടി അങ്ങ് കോൺഫിഡൻസ് കൂടി, പിന്നെ ഒരു ഇങ്ങനെയൊക്കെ അനങ്ങി. അതായത് ഓരോ സംഗീതം ഇടുമ്പോഴും നിങ്ങളുടെ നോക്കിയാ പാടുന്നത്. പക്ഷെ അത് കാണാൻ നല്ല രസമാണ്. അപ്പൊ ആ ഒരു ചിരി എപ്പോഴും മുഖത്തുണ്ട്. യാതൊരുവിധ ടെൻഷൻ ഉള്ളിലുണ്ടാവും, ഒരു വെപ്രാളുണ്ടാവും, പക്ഷെ അതൊന്നും അറിഞ്ഞില്ല. സൂപ്പറായിരുന്നു, സൂപ്പർ. താങ്ക് യു മാം. ജോയ്സ് പാട്ട് പാടുന്നതിന് മുമ്പുള്ള എക്സ്പ്രഷനും കുറച്ച് വെള്ളം തരൂ, ഒരു ടിഷ്യൂ തരൂ എന്നൊക്കെ പറയുന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ആള് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ടെൻഷനിലാണ് വന്നേന്ന്. പക്ഷെ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ആള് വേറെ ആളായി മാറി. കാലക്ക് കേട്ടോ ഞെട്ടിച്ചു. തൃശ്ശൂർ എവിടെ വീടെന്ന് പറഞ്ഞേ? തൃശ്ശൂര് തൃപ്രയാർ അടുത്താണ്. എക്സാക്ട് പ്ലേസ് കഴിമ്പ്രം എന്ന് പറയും. ഓക്കെ, കേട്ടിട്ടുണ്ട്. എന്തായാലും കലക്കി. വേണുചേട്ടാ. ജോയ്സ്, ഹലോ സർ. ഒന്നും പറയാനില്ല. ഇറ്റ് ഈസ് സിംപ്ലി ബ്യൂട്ടിഫുൾ. സന്തോഷം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇനിയും ഒരുപാട് റൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, ഡസ്റ്റ് അടിക്കാതെ ശബ്ദം സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൊണ്ടുനടക്കുക. ഇല്ല, ഇടയ്ക്ക് ഒരു നീട്ടം, നിൽപ്പു, അവിടെ ഒന്ന് ശ്വാസം ഒന്നാടി, ആർക്കും ആടും അവിടെ. അതിന് മാത്രം ഞാൻ ഒരു മാർക്ക്, ജസ്റ്റ് 1 മാർക്ക് കുറച്ചു. മറ്റെല്ലാം ഒന്നും പറയാനില്ല. ആൻഡ് മോർ സർപ്രൈസ്ഡ്. ആദ്യം ഒരു സ്റ്റേജിൽ, അതും ഈ പാട്ട്. ഞാൻ ഈ പാട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ കണ്ടസ്റ്റൻസ് ആയാലും ഗ്രൂമേഴ്സ് ആയാലും ആദ്യം എന്നോട് ചോദിച്ചു പൊന്നിൽ കുളിച്ച്, ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. അപ്പൊ ഞാൻ ഈശ്വര ഡ്യുവറ്റ് ആണ് പാടില്ലേ. ഞാൻ പാടിക്കഴിഞ്ഞപ്പോ ഗ്രൂമേഴ്സ് പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഈ പാട്ട് നല്ല ഇഷ്ടമായിരുന്നു. അത് മനസ്സിലായി, ഇഷ്ടപ്പെട്ട് പാടുന്നു. അതെ, കാണുമ്പോ കേൾക്കുമ്പോ അറിയാം. അങ്ങനെ ഇഷ്ടപ്പെട്ട പാട്ടാണെങ്കിൽ അങ്ങനെ മനസ്സറിഞ്ഞ് പാടാൻ പറ്റും. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോ ചാപ്റ്റർ 4 ആണ്. ആദ്യ റൗണ്ടിൽ തന്നെ മഞ്ജിരിയൊന്നും ഇവിടെ എത്തിച്ച പാട്ട്, വേണുചേട്ടൻ എഴുന്നേറ്റ് നിന്ന പാട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോ. സന്തോഷം. ഇപ്പൊ ജോയ്സിന് ഒരു ഉത്തരവാദിത്തം വന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ പാട്ട് തന്നെ അതിനൊരു മാർക്ക് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ താഴോട്ട് പോകരുത്. ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇനി കൂടും. ശ്യാമമേഘമേ നീ യദുകുല സ്നേഹദൂതുമായി വാ. അയാൾ നമുക്ക് നല്ലൊരു എക്സ്പെക്ടേഷൻ തന്ന ഒരാളാണ് ദീപ. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും സെറ്റ് ചെയ്ത് വെച്ച ഈ ഒരു പെർഫെക്ഷൻ മുന്നോട്ട് പോട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പൊ എന്തായാലും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ തന്നെ തുടരുക, അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായി തുടരുക. ഓക്കെ. അപ്പോ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ? ഹസ്ബൻഡ് ദുബായിലാണ്. എന്താണ് ഹസ്ബൻഡിന്റെ പേര്? ആദർശ്. എന്താ ചെയ്യണേ? ആദർശ് ലോജിസ്റ്റിക്സിലാണ്. ആള് നല്ല സപ്പോർട്ടാണ്. ഭയങ്കര സന്തോഷമാണ് ഞാൻ പാടണതും എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടണതും. അയ്യോടാ, ഹസ്ബൻഡിനെ മിസ് ചെയ്തോ? ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഇതാ ആദർശ് ഇത് കണ്ടോണ്ടിരിക്കുക. എന്തെങ്കിലും ഇപ്പൊ പറയാനുണ്ടോ? ആദർ, ഒന്നിങ്ങോട്ട് വന്നൂടെ? അതെ, ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് വന്നൂടെ ഇങ്ങോട്ട്. എത്ര നാളായി കല്യാണം കഴിഞ്ഞിട്ട്? അല്ല, ജസ്റ്റ് 8 months ആയിട്ടുള്ളൂ. അതാണ്. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആയിരുന്നു. എത്ര നാൾ പ്രണയിച്ചു? ഒരു 7 years. ഓക്കെ. നിങ്ങള് ഒരുമിച്ച് പഠിക്കുമായിരുന്നോ അതോ വർക്ക് ചെയ്യുമായിരുന്നോ? എങ്ങനെയാണ് പരിചയം? അത് ആക്ച്വലി ഞങ്ങള് ട്യൂഷൻ ക്ലാസ്സിൽ ഒരുമിച്ചായിരുന്നു 8th standard പഠിക്കുന്ന സമയത്ത്. പക്ഷെ ആ സമയത്തൊന്നും ഞങ്ങൾ അങ്ങനെ ഒരു കമ്പനി ആയിരുന്നില്ല. കാരണം എന്റെ ഹസ്ബൻഡ് ആള് അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലല്ല, കൂടുതലും സൈലന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ ചെറുപ്പം മുതലേ നല്ല ടോക്കറ്റീവ്. അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് ആദർശേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അല്ല, ആദർശേട്ടാന്നാണ് ആ സമയത്ത് വിളിച്ചിരുന്നത്. ആദർശേട്ടാ, എന്താ ആദർശേട്ടൻ സംസാരിക്കാത്തെ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ അതായത് ഒരു
മര്യാദക്കാരുടെ അങ്ങനെയല്ല ആക്കി. അതെ അതെ അത് അങ്ങനെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ ഓവറായിട്ട് അങ്ങനെ സംസാരിക്കൊന്നുമില്ല, പക്ഷെ പണ്ടത്തേലൊക്കെ ഭേദമാണ്. ആൾക്കും കൂടി വേണ്ടി ഇപ്പൊ സംസാരിക്കണ്ടല്ലോ. അതെ അതെ ഞാൻ നല്ല ടോക്കറ്റീവ് ആണ്. ഞാൻ പണ്ട് ചെറിയ സ്കൂളിൽ തൊട്ട് തന്നെ അച്ഛനും അമ്മയൊക്കെ പാരന്റ്സ് മീറ്റിങ്ങിന് പോകുമ്പോ അപ്പൊ ടീച്ചേഴ്സ് പറയാ വേറെ ഒരു കുഴപ്പമില്ല, കുട്ടി ടോക്കറ്റീവ് ആണ് എന്ന് മാത്രം പറയാം. പ്രശ്നം. അതെ അതെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു, ട്യൂഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞു. പിന്നീട് എന്റെ വീടിന്റെ അടുത്ത് ആദർശ് ട്യൂഷന് വരുമായിരുന്നു വേറൊരു സ്ഥലത്ത്. അങ്ങനെ കാണാറുണ്ട്. പിന്നെ കുറെ കാലം കഴിഞ്ഞ ഒരു ഡിഗ്രി ഒക്കെ ഡിഗ്രി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആണ് ആദർശ്, ഞാനൊരു പ്രൊഫൈൽ പിക്ക് FB ഇട്ടതാണ്. അപ്പൊ ഒരാൾ വന്ന് അതിൽ കമന്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞാനത് കണ്ടപ്പോ ചോദിച്ചേ, ഇത്രയും നാള് ഒരുമിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒരു അക്ഷരനോട് സംസാരിക്കാത്ത ആളാണ് വന്ന് ഇവിടെ കമന്റ്. നമ്മളൊക്കെ അറിയോ എന്ന് റിപ്ലൈ ഞാനിങ്ങനെ കൊടുത്തപ്പോ തന്നെ എനിക്കൊരു മെസ്സേജ് ഡയറക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇൻബോക്സിൽ. അങ്ങനെ ഞാനിങ്ങനെ മെസ്സേജ് കണ്ടപ്പോ ഇങ്ങനെ സംസാരിക്കാത്ത ആള് സംസാരിക്കണപ്പോ അങ്ങനെ സംസാരിച്ച് നല്ല കമ്പനിയായി. പിന്നെ ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു കുറെ നാളത്തേക്ക്. ഡിഗ്രി ഫുള്ളൊക്കെ ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഒരു ഡിഗ്രി ഒക്കെ കഴിയാറായ ഒരു സമയത്താണ് വേറൊരു തീർന്നു. അതിന്റെ കൂട്ടത്തിൽ പ്രണയം കൂടി. അതെ അതെ അതെ. ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്? ആദർശാണ് എന്നോട് പറഞ്ഞത്. ഞാനല്ല പ്രപ്പോസ് ചെയ്തത്, നീയാണ് പ്രപ്പോസ് ചെയ്തതെന്ന് വേണം എല്ലാവരോടും പറയാൻ. എനിക്ക് അങ്ങനെ ഒരു ഗമ്മ ഇരിക്കട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും ആദർശ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഓടി വരാൻ പറ്റെങ്കിൽ ഓടി വരിക പെട്ടെന്ന് തന്നെ, അല്ലേ? ഞാൻ പെട്ടെന്ന് പറയുമ്പോ എന്താന്ന് അറിയില്ല, ഇമോഷണൽ ആയി പോയതാണ്. ഇനി മേലാൽ അവരത്. സോറി സാർ. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? അച്ഛൻ, അമ്മ, ആദർശിന്റെ അമ്മ, ആദർശിന്റെ അനിയത്തി. ഓക്കെ, എല്ലാവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയേ. അച്ഛന്റെ പേര് സുരേന്ദ്രൻ. അച്ഛാ നമസ്കാരം. അമ്മ വിജയലക്ഷ്മി. നമസ്കാരം. ബിന്ദു അമ്മ. ആർദ്ര. ശരി. എങ്ങനെയാണ് ആള്? ഇതേപോലെ സംസാരം തന്നെയാണോ ആളുടെ മെയിൻ വിഷയം? അതെ അതെ. അപ്പൊ ആള് പണ്ട് തൊട്ടേ പാട്ട് പാടുന്നതിലൊക്കെ ഒരുപാട് ശ്രദ്ധ കൊടുത്തിരുന്നു. ചെറുപ്പത്തിലെ തന്നെ നല്ല പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത് വന്നാണ്. അപ്പൊ അതിന്റെ ഒരു ഗുണം ഇപ്പൊ കണ്ടു. എന്താ ഈ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഇങ്ങനെ ഇത്രയും ജഡ്ജസിന്റെ നല്ല കമന്റ്സും നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് പെർഫോം ചെയ്തത്. ഇത് ലൈവായിട്ട് കണ്ടോണ്ടിരുന്നപ്പോ എന്ത് തോന്നി? തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടായി. കാര്യത്തില് അഭിമാനം തോന്നുന്നുണ്ട്. സന്തോഷമുള്ള ഒരു മൂവ്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ പാടാനായിട്ട് മകളുടെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് എന്തായാലും സാക്ഷാത്കരിച്ചു. വളരെ സന്തോഷം. ശരി. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ആദർശിന് ഈ വേദിയിൽ കാണാൻ സാധിക്കട്ടെ. ലീവൊക്കെ കിട്ടാൻ സാധ്യതയുള്ള ജോലിയാണോ ഇപ്പോ? ഇപ്പൊ പെട്ടെന്ന് ലീവ് വരാനായിട്ടുണ്ട് ആക്ച്വലി, പക്ഷെ അതൊരു പെട്ടെന്ന് കിട്ടോ എന്നറിയില്ല. മാർച്ച് ഏപ്രിൽ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും ജോയ്സ് ഇതേപോലെ തന്നെ തുടരുക. അപ്പോ ആദർശ് താനെ ഇവിടെ എത്തിക്കോളൂ കേട്ടോ. നന്നായി പാടോ, നന്നായി പ്രാക്ടീസ് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പറയാം. എന്താണ് ഒരു കാര്യം? ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, അതായത് ആദർശിന്റെ വീടിന്റെ അടുത്ത് അവിടെ 2 ചെറിയ കുട്ടികളുണ്ട്, അൻവിയ, ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട്. അവര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി, ഡെയിൻചേട്ടനോട് ഞങ്ങളുടെ ഹായ് പറയണം, വേറെ ആരോടൊന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ചാപ്റ്റർ 4 ആയപ്പോ എന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹായ് പറയണം. എന്തൊക്കെയാണ് അവരുടെ പേരുകൾ? ഏഞ്ചൽ, അൻവിയ. ഏഞ്ചൽ, അൻവിയ. കൂട്ടത്തിൽ അർണവിന്റെ നിലാനിന്റെ കൂടി പേര് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവരുടെ വാമിക, അർണവ്, നിലാനി. വാമിക, അർണവ്, നിലാനി. ഇവർക്ക് എല്ലാവർക്കും എന്റെ ബിഗ് ഹായ്. ഗ്രേറ്റ് സെലിബ്രിറ്റി. എന്തൊക്കെ കാണണല്ലോ അവിടെ ഇരുന്നിട്ട്. സന്തോഷം. റിയലി ഹാപ്പി. താങ്ക് യു. ഓക്കെ, അപ്പൊ ജോയ്സ് നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അടുത്ത റൗണ്ടിൽ പൊളിക്കണം. പെർഫോമൻസ് റൗണ്ട് അല്ലേ? തകർക്കാം. കാണാം. താങ്ക് യു. ചേട്ടാ, മഞ്ജരി, നിങ്ങള് അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. നമ്മുടെ 12 മ്യൂസിക് വൈസിന്റെയും ആദ്യ റൗണ്ട് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞു. സൂപ്പർ ആയിരുന്നു. മ്യൂസിക് വൈസ് തകർത്തു അല്ലേ? പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു പെർഫോമൻസ്. ഇനി വരാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സ് ആണ്. സീരിയസ് ആയിട്ടാ. ഇനി ഫാമിലി മെമ്പേഴ്സ് ഇവരുടെ കൂടെ ഇറങ്ങും, നാട്ടുകാരിറങ്ങും, വീട്ടുകാരിറങ്ങും. അങ്ങനെ ഇവിടെ ഒരു ഉത്സവ മൂടായിരിക്കും. നമ്മുടെ പ്രേക്ഷകർ എന്തൊക്കെ ഇനി കാണാൻ കെടുക്കുന്നു അല്ലേ? ഞങ്ങളും. അതെ, നമ്മളെല്ലാരും കാത്തിരിക്കുകയാണ്. ഇനി സീനിയേഴ്സ്, എന്ത് തോന്നുന്നു? നിങ്ങളുടെ ജൂനിയേഴ്സിനെ പറ്റി എന്താണ് അഭിപ്രായം? സൂപ്പർ ആയിരുന്നു. എല്ലാവരും സൂപ്പർ ആയിരുന്നു. കോർസൊക്കെ പാടാൻ പോയപ്പോ എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ പാട്ടിലെ പ്രശ്നങ്ങളും നല്ല കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ? എന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തോ? ഞങ്ങൾ ആദ്യമേ എല്ലാവരോടൊന്നും കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് പറ്റിയതൊന്നും പറ്റരുതല്ലോ. അതെ. അപ്പൊ എന്തായാലും അവർ ആ വഴിയിലൂടെ മുൻപിലോട്ട് കയറി വരും. എല്ലാരും ഞെട്ടിക്കാനുള്ള ആൾക്കാരാണ് അല്ലേ? എല്ലാരും ഒന്നിനൊന്നും വെച്ചാണ്. ഓക്കെ, വേണുചേട്ടാ, മഞ്ജരി,
അങ്ങനെ നമ്മുടെ വാശിയേറിയ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രണ്ടാം റൗണ്ടിന് വേണ്ടി നമ്മുടെ മത്സരാർത്ഥികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളെ ഇപ്പോൾ വീടും വാശിയുമായിട്ടുള്ള പോരാട്ടം കാണാം. അതെ. അപ്പൊ എന്തായാലും ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയാം അല്ലേ? ബൈ ബൈ അപ്പോ പ്രേക്ഷകരെ ചാപ്റ്റർ 4ന്റെ ആദ്യ ദിനം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ 12 മ്യൂസിക് വോയിസിന്റെയും ആദ്യ റൗണ്ട് അവസാനിച്ചു. ഇനി അവരുടെ രണ്ടാം റൗണ്ടാണ് നാളെ നടക്കുന്നത്. അപ്പൊ കാത്തിരുന്ന് കാണുക. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.